നമസ്കാരം. പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ലൊരു ത്രില്ല് നിറഞ്ഞ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ്, കുറച്ചധികം സസ്പെൻസുകളൊക്കെ ഉള്ള ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കാതെ വരികയാണ്. അതങ്ങ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുപോലെ വരികയും നവീൻ ആ പ്ലേസിലേക്ക് കയറി വരികയും ചെയ്യാണ് കേട്ടോ. നവീൻ നന്ദുവിനെയും വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വരുമ്പോൾ ഇരു വീട്ടുകാരും സമ്മതിക്കുമ്പോൾ അനന്തപുരിയിലുള്ളവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യുകയും കൂടാതെ നമ്മുടെ കനകയുടെ ആ ഒരു ആത്മഹത്യാ ഭീഷണിയും ഒക്കെ കാരണം നന്ദുവിന് അത് സമ്മതിക്കേണ്ടി വരികയാണ്. ഗത്യന്തരമില്ലാതെ നന്ദു അതിന് തലകുനിച്ച് കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെ വിവാഹ ദിവസം എത്തുന്നുണ്ടെങ്കിലും അതൊരു ട്വിസ്റ്റിൽ കൂടി അത് നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. നവ്യാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം അനന്തപുരി വരുമ്പോൾ പിന്നെ അതിലധികം പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. ആ പ്രശ്നങ്ങളും അത് കഴിഞ്ഞ് പോലീസൊക്കെ എത്തുന്നുണ്ട് നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കണേ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 1,00,000 സബ്സ്ക്രൈബറിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് അതിനായിട്ടും എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അങ്ങനെ അനി നന്ദുവിനോട് സംസാരിച്ചതിന് ശേഷം അനി തന്നെ തീരുമാനിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും പോയി നവീനെ കാണാം, നവീനെ കണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. നന്ദു എൻ്റെ പെണ്ണാണെന്ന് അവനോട് പറയുമ്പം അവൻ ചിലപ്പോൾ ഒഴിഞ്ഞു മാറിയിരിക്കും. എന്തായാലും എൻ്റെ ഫ്രണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് അനി നേരെ നവീനെ കാണാൻ ചെല്ലുക. അപ്പം നവീന് മനസ്സിലാകുന്നുണ്ട് അനി വരുന്ന കാര്യം എന്താണെന്ന്. അനിയാണ് നവീൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുക, നവീനെ ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാം. നീ എൻ്റെ ഒരു ഫ്രണ്ടല്ലേ, നീ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോവാണെന്നും നന്ദുവിൻ്റെ വിവാഹോലോചനയുമായിട്ട് നീ വീട്ടിൽ ചെന്നു എന്നൊക്കെ അറിഞ്ഞു. അപ്പം നവീൻ പറയാം, അതെന്താ, നന്ദു എൻ്റെ നല്ല ഫ്രണ്ടല്ലേ, നന്ദുവിനെ എനിക്കിഷ്ടമായിരുന്നു, ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളല്ലേ നന്ദുവാ എൻ്റെ മനസ്സിലുള്ള ആ പോലീസുകാരിന്ന്. എന്നിട്ട് നീ ആ വിവരം നന്ദുവിനോട് പറഞ്ഞില്ലായിരുന്നല്ലേ. അതിന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നന്ദുവിൻ്റെ മുഖത്തെ ഷോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതുവരെ അവൾ അത് അറിഞ്ഞിട്ടില്ലാന്ന്. നീ അന്ന് തന്നെ പറയൂന്ന് പറഞ്ഞല്ലേ എന്നെ പൊട്ടം കളിപ്പിച്ചത്. അപ്പം നിൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലേ അനിയെന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിനക്കറിയില്ലേ ഞാനും നന്ദുവും ഇഷ്ടത്തിലാന്ന് പറയാൻ. ഓഹോ, നീയും നന്ദുവോ? നിനക്ക് നന്ദുവിനോട് ഇഷ്ടമായിരിക്കും, പക്ഷേ നന്ദുവിന് നിന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ തന്നെ അനി പറയാം, ഉണ്ട്, ഞങ്ങൾ നേരത്തെ മുതലേ ഇഷ്ടത്തിലായിരുന്നു. അനാമികയുമായിട്ടുള്ള വിവാഹം അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നന്ദുവും നന്ദുവിൻ്റെ മനസ്സിൽ ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയണം. അപ്പം നവീൻ ചോദിക്കുക, ഓഹോ, നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, എന്നിട്ട് ഇത്രയും നാളായിട്ട് എന്തേ നിങ്ങളുടെ വിവാഹം നടക്കാതിരുന്നു? അനി, നീ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു വിവാഹം കഴിച്ചില്ലേ അനാമികയെ? അതിനു മുമ്പ് നിനക്ക് എന്തുകൊണ്ട് നന്ദുവിനെ വിവാഹം കഴിച്ചുകൂടാ? നിങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ല പരിചയമൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നവീൻ ചോദിക്കുമ്പോൾ അനി പറയാ, ആ പരിചയം അത് കാരണമാണ്. നന്ദുവിൻ്റെ സിസ്റ്റേഴ്സിനെ രണ്ടുപേരെ എൻ്റെ ഫാമിലിക്ക് വിവാഹം കഴിച്ച് കൊടുത്തിരിക്കുന്നത് കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മൂന്നാമത്തെ മകളെ കൂടി ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വിടാനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അതിനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ഇങ്ങനെ നീണ്ടുപോയത്. ഞങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കാൻ ആരും ഉണ്ടായില്ല, അതാണെന്ന് പറയാം. അപ്പം നവീൻ പറയാ, അതിനിപ്പം ഞാനിനി എന്ത് ചെയ്യാനാ, നീ ഏതായാലും ഒന്ന് വിവാഹം കഴിച്ചവനാണ്, ഇനിയും നിനക്ക് വിവാഹം കഴിക്കാം. നിന്റെ അവന്തികയുടെ വിവാഹം ഏകദേശമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കല്ലേ, അതങ്ങ് നടക്കട്ടെ. ഇതിപ്പം നന്ദുവിനെ ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ മോഹിച്ചതാ. ഒരാരാധനയൊക്കെ എനിക്ക് നന്ദുവിനോട് അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ പ്രേമത്തിലേക്കൊക്കെ എത്തിയത് ഇപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങ് അടുത്ത് ഇടപഴകിയപ്പോൾ. നിന്റെ കേസ് വന്നതോടുകൂടിയാ നന്ദുവുമായിട്ട് ഞാൻ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. ആ സമയത്താണ് ഞങ്ങൾ തമ്മിലൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. നന്ദുവിനും എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പിന്നെ അവളുടെ മനസ്സിൽ നീ ഉണ്ടെങ്കിൽ അത് വിവാഹശേഷം അങ്ങ് മാറിക്കോളും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അനി പറയാ, എടാ അത് പറ്റില്ല, നീ ഇതിൽ നിന്ന് ഒഴിവാകണം. നീ ഈ വിവാഹം ആലോചനയിൽ നിന്ന് പിന്മാറണം. നന്ദുവും ഞാനും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. നിന്റെ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ രണ്ടുപേരും. അപ്പം നവീൻ പറയാം, നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്ദുവിനെ ആഗ്രഹിച്ചു. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കുമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൂടി പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് കൂടി താല്പര്യമില്ലാഞ്ഞിട്ടും ഞാനിത് പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുക വീട്ടിലുള്ളവരെ. അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക്, ഇത്രയും നാൾ ഞാൻ നന്ദുവിന് വേണ്ടി കാത്തിരുന്ന സ്ഥിതിക്ക്, ഇനി നന്ദുവിനെ നിനക്ക് വിട്ടു തന്നെ എനിക്ക് പറ്റില്ല നീ എന്ന് പറയാം. പാനി പെട്ടെന്ന് നവീൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. എന്നിട്ട് പറയാം, എന്താടാ നീ പറഞ്ഞത്? നിനക്ക് നന്ദുവിനെ വിട്ടു തരാൻ പറ്റില്ലെന്നോ? എടാ, നിന്റെ ഫ്രണ്ട് അല്ലേടാന്ന് ഞാൻ. നന്ദു നിന്റെ ഫ്രണ്ടല്ലേ. ഞങ്ങളുടെ ഇഷ്ടം അറിഞ്ഞു വേണ്ടേ നീ തീരുമാനങ്ങൾ എടുക്കാൻ.
എന്തിനാ നവീനെ നീ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറണം, ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. നവീൻ പറയാണ്, ഇല്ല, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. എൻ്റെ അനി, നിനക്കിതുവരെ അനാമികയിൽ നിന്ന് ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പോഴേ ചിന്തിക്കണ്ട. എൻ്റെ പെണ്ണാ നന്ദുവിനെ ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു പോയി. അന്ന് അവന്തികയുടെ ആലോചന വന്നിട്ട് വേറൊരു പ്രശ്നമില്ലായിരുന്നിട്ടും വീട്ടുകാരെല്ലാം നിർബന്ധിച്ചിട്ടും അത് വേണ്ടെന്ന് ഞാൻ വെച്ചത് എൻ്റെ നന്ദുവിന് വേണ്ടിയിട്ടാണ്. ഇനി നീ ഇതി കയറി ഇടങ്ങാറിടരുത്. എങ്ങനെയെങ്കിലും ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ച് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ, നിനക്ക് അവന്തികയെ വിവാഹം കഴിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നവീൻ അങ്ങ് പോവാ. എനിക്ക് ആകെ തല കറങ്ങുന്ന പോലൊക്കെ തോന്നുകയാണ് കേട്ടോ. നവീനോട് ചെന്ന് പറഞ്ഞിട്ട് നവീൻ അത് അംഗീകരിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. അനി ചെന്ന് വീണ്ടും ആദർശിനെ കാണുക. ആദർശിനെയും നയനെയും കണ്ട് സംസാരിക്കുക. അപ്പം ആദർശ് പറയുന്നുണ്ട്, എന്തിനാ ഇനി നീ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നവീൻ്റെ ആലോചന വന്നിട്ടുണ്ട്, രണ്ട് വീട്ടുകാർക്കും ഇഷ്ടമാണ്. നന്ദുവിന് വരാവുന്നത് നല്ലൊരു ആലോചനയല്ലേ അത്? അതപ്പോൾ നീ അതിന് തടസ്സം നിൽക്കരുത്. കാരണം നന്ദുവിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവരാനായിട്ട് നിൻ്റെ അമ്മയ്ക്കോ ഇവിടെയുള്ളവർക്കോ താല്പര്യമില്ല. അതുപോലെ നന്ദുവിനെ ഇങ്ങോട്ട് വിടാൻ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പം ഈ വിവാഹം നടക്കാനൊന്നും പോകുന്നില്ല. നീ ഇങ്ങനെ കടന്ന് വിഷമിക്കാതെ നീ മറ്റൊന്നിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുക. നവീനും നന്ദുവും അവരൊന്നിച്ച് ജീവിക്കട്ടെ, അതിനാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പം നയനയോട് കരഞ്ഞു പറയുക. നയന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനി, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, ഇതൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നേ. നീയും അവന്തികയുമായിട്ടുള്ള വിവാഹമൊക്കെ നടക്കുമ്പം ഇതങ്ങ് മാറും. നന്ദു ആണെങ്കിലും നവീൻ്റെ കൂടെ ഒരു ജീവിതമൊക്കെ തുടങ്ങുമ്പം എല്ലാം മറന്നോളും. നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക എന്ന് പറയാം. എനിക്കങ്ങ് ദേഷ്യവും സങ്കടവും എല്ലാം വരികയാണ്. അനി അങ്ങ് പോവുക. അതേസമയം നന്ദുവും വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. കനകയുടെയും ഗോവിന്ദൻ്റെയും മുമ്പിൽ നിൽക്കുക. അന്ന് കനകയെ പറയുന്നുണ്ട്, എന്താടി നിനക്ക് അത്ര ഇഷ്ടക്കേട് പോലെ തോന്നുന്നത്? നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുകയാണ്. അവരുടെ വീട്ടുകാരെ അടുത്ത ദിവസം ഇങ്ങോട്ട് വരും. ആ സമയത്ത് നീ ഇവിടെ കണ്ടിരിക്കണം, അല്ലാതെ ഈ വിവാഹം വേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോൾ നന്ദു പറയേ, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? എൻ്റെ ജീവിതം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ. ഇപ്പം നവീനായിട്ടിനെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. നവീനേട്ടനുമായിട്ട് എനിക്കൊരു പ്രേമോ ഇഷ്ടമോ ഒന്നുമില്ല. പിന്നെ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര പെട്ടെന്ന് കല്യാണം ആലോചിച്ച് ഇവിടെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. അപ്പം കനക പറയുന്നുണ്ട്, കല്യാണം ആലോചിച്ച് വന്നെങ്കിൽ എന്താടി, നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ലൊരു പയ്യൻ, അവനും നീയും കൂടെ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടെ പ്രൊഫഷനും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ. അത് മാത്രമല്ല നമുക്ക് വന്നൊരു യോഗം തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇത് കൈവിട്ട് കളയരുത് കേട്ടോ. ആദർശിനും നയനിക്കും ഒക്കെ ഈ ആലോചന ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാം. അപ്പോഴേക്കും ഗോവിന്ദനും പറയാം, ശരിയാ മോളെ, ഞങ്ങൾക്കറിയാം നിൻ്റെ മനസ്സിൽ അനിയാണെന്നറിയാം. പക്ഷെ നീ അത് വേണ്ടെന്ന് വയ്ക്കണം. അതൊരിക്കലും നടക്കില്ല. കുറേ നാളായില്ലേ അനിക്ക് വേണ്ടി നീ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നു. നീ ഈ അച്ഛനെ അമ്മയും കുറിച്ച് ആലോചിച്ചോ? കഴിഞ്ഞ പ്രാവശ്യവും അവിടെ വന്നപ്പോഴേക്കും അനന്തപുരിയിൽ നിന്ന് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മോൾക്കറിയുമോ? നിന്നെയും കുറിച്ച് അനിയെയും കുറിച്ച് മോശമായിട്ട് ഒരുപാട് കേൾക്കേണ്ടി വന്നു. ജാനകിയുടെ വായിൽ നിന്നൊക്കെ വന്ന വാക്കുകൾ ജലജ എന്തെല്ലാം പറഞ്ഞു എന്നറിയോ കനകയെ? നിന്നെയും കൂടി അങ്ങോട്ട് കെട്ടിച്ചയക്കാൻ വേണ്ടിയിട്ടാണ് അനിയുടെ ഈ വിവാഹ നിശ്ചയം നീ മുടക്കിയത് എന്നാണ്. അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം മുടങ്ങാൻ കാരണം നീയാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നിനക്ക് കെട്ടിക്കയറി പോകാമെന്ന് നീ വിചാരിക്കാൻ പറ്റുമോ? നിന്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലില്ലേ? അപ്പോൾ നിങ്ങൾ രണ്ട് സ്വന്തം ഇഷ്ടത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അവരുടെ ജീവിതം കൂടി ഓർക്കണ്ടേ മോളെ എന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, എല്ലാവരുടെയും ജീവിതം ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. എനിക്ക് നവീനേട്ടനുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതിന് താല്പര്യമില്ല. പിന്നെ ഈ ആലോചന നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കനക പറയാം, ഓഹോ, പിന്നെ എന്ത് ചെയ്യാനാടി നിന്റെ പ്ലാൻ? ആ അനിയെ മനസ്സിലിട്ട് അവനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നാണം കെട്ട് നടക്കാനാണോ? അനന്തപുരിക്കാരുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞങ്ങൾ കേൾക്കാനാണോ? നാട്ടുകാരുടെ മുമ്പിൽ ഈ അച്ഛനെ അമ്മയെ ഇങ്ങനെ നാണം കെടുത്താനാണ് നിന്റെ ഭാവമെങ്കിലുണ്ടല്ലോ. നീ ഓർത്തോ, ഞങ്ങൾ ഇവിടെ ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കും നീ വരുമ്പോൾ, ഈ വിവാഹത്തിന് നീ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുമെന്ന് പറയാം. നന്ദൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ കനക ഗോവിന്ദനോട് പറയാം, അത് ഏറ്റെന്ന് തോന്നുന്നു, അവൾ സമ്മതിക്കായിരിക്കും. എന്തായാലും നവീൻ്റെ വീട്ടുകാരും കൂടി വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നടത്തണം. നവീൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് എത്തുമ്പോഴേക്കും ഈ വിവാഹം ഉറപ്പിച്ച് നടത്തുകയും ചെയ്യണം. അവനെ മറക്കട്ടെ അവൾ എന്നൊക്കെ ഇങ്ങനെ കനക പറയാം. അങ്ങനെ നവീൻ്റെ അമ്മയും മുത്തച്ഛനും കൂടി വരുന്നുണ്ട്. വിവാഹാലോചന നവീൻ അവിടെ ചെന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. വന്നു കഴിയുമ്പോഴേ നവീൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, എങ്കിലും വരിക. വന്ന് കനകയോടും ഗോവിന്ദനോടും ഒക്കെ സംസാരിക്കുകയാണ്.
സംസാരിക്കുമ്പം കനക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കനക പറയുക, അതെ, ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നവീൻ മോൻ ഇവിടെ വന്ന് വിവാഹാലോചനയുമായിട്ട് വന്നപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ നന്ദുമോന് ചേരുന്ന പയ്യൻ തന്നെയാണ്. അവർ പ്രൊഫഷണലി ചേരുമല്ലോ, അതുമാത്രമല്ല അവർ നല്ല പരിചയമുള്ളവരും അറിയുന്നവരും ഒക്കെ അല്ലേ. അതുകൊണ്ട് ഈ ആലോചനയ്ക്ക് ഞങ്ങൾക്ക് നല്ല താല്പര്യമാണെന്ന് പറയാം. അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു, അവൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഇപ്പം ഇത് നടത്തുന്നത്. അപ്പം കനക പറയാം, അതും ഞങ്ങൾക്കറിയാം, നവീൻ്റെ അമ്മയ്ക്ക് പോലീസുകാരികളെയോ വക്കീലുമാരെയോ ഒന്നും വേണ്ട മരുമോളായിട്ടെന്ന് പറഞ്ഞു എന്നൊക്കെ ഇവിടെ നവീൻ മോൻ പറഞ്ഞിട്ടുണ്ട്. ആഹാ, അവനപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക. അതിനെന്താ, എല്ലാ കാര്യവും പരസ്പരം പറഞ്ഞും അറിഞ്ഞും ഒക്കെ ഇരിക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുക. അപ്പം നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരിയാ, അവന് നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇനിയും നിർബന്ധം വയ്ക്കുന്നില്ല. അവൻ്റെ അച്ഛൻ ഇപ്രാവശ്യം വരുമ്പം അവൻ്റെ വിവാഹം അങ്ങ് നടത്താം. കുട്ടികൾ ജീവിക്കട്ടെ, നമ്മുടെ നിർബന്ധമല്ലല്ലോ പ്രധാനം എന്ന് പറയാം. അപ്പം കനകയും പറയാ, ശരിയാ, നന്ദുമോനും ഒരു വിവാഹാലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ നന്ദുവിനെയും വിവാഹം കഴിപ്പിച്ച് വിടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആലോചനയുമായി നവീൻ വരുന്നത്. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിച്ചാൽ മതി, എപ്പോഴാണ് വിവാഹം നടത്തേണ്ടതെന്ന്. അപ്പം നവീൻ്റെ അമ്മ പറയാം, നിശ്ചയമായിട്ടൊന്നും നടത്തേണ്ട കാര്യമില്ല, നമ്മൾ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും ഒരു വിവാഹം, ആഡംബരപൂർവ്വം ഒരു വിവാഹം നടത്തണം, അത്രേ ഉള്ളൂ എന്ന് പറയാം. ശരി, ഞങ്ങളും അതിന് തയ്യാറാണ്. അപ്പം നവീൻ്റെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നന്ദുവിനെ കണ്ടില്ലല്ലോ, നന്ദുവിന് എന്താ താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? അതോ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എല്ലാവരുടെയും ഉള്ളിൽ ഓരോരോ ഇഷ്ടങ്ങൾ കാണുമല്ലോ. കനക പറയാം, അവൾക്ക് എന്ത് താല്പര്യക്കുറവ്, സന്തോഷമുള്ളതേ, നവീൻ മോനും അവളും തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, നന്ദു നന്ദു എന്ന് വിളിക്കുക. അപ്പം നന്ദു അകത്തുണ്ട്. നന്ദുവിന് ഒട്ടും താല്പര്യമില്ലാതെ വരുന്നത്. നന്ദു ഒരു പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നവീൻ്റെ അമ്മയ്ക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല, ഒരു മേക്കപ്പ് ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ലല്ലോ, ചുമ്മാ നിന്ന വേഷത്തിൽ ഇറങ്ങി വരിക. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ, മോളിന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? അല്ല, ഞാൻ പോയില്ല, നിങ്ങളിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം ഇന്ന് പോകണ്ടെന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയാം. ആ ശരി, കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളങ്ങ് തീരുമാനിക്കുക, എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. അപ്പോൾ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്, പറയണമെന്നുണ്ട് നന്ദുവിനെ. അപ്പോൾ കനക ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അപ്പം നന്ദു പറയാം, ഏയ് ഇല്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അകത്ത് കയറി റൂമിൽ ചെന്ന് നിന്ന് നന്ദു പൊട്ടിക്കരയാണ് അനിയുടെ കാര്യം ഓർത്തിട്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം, ഓരോരോ പ്രശ്നങ്ങൾ വരികയാണല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ, എന്താണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദു റൂമിൽ നിന്ന് അങ്ങ് പൊട്ടിക്കരയുക. അതിനുശേഷം നവീൻ്റെ അമ്മയും അച്ഛനും അങ്ങ് പോവാണ്. നവീൻ്റെ അമ്മയും അച്ഛനും പോയി കഴിയുമ്പോഴേക്കും നന്ദുവിൻ്റെ അടുത്തേക്ക് കനക ചെന്ന് കുറേ ഉപദേശവും കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്താടി നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ വിഷമിച്ച് കരഞ്ഞ് നന്ദു വഴക്കുണ്ടാക്കി അവിടെ ഇരിക്കുക. കനക ഉടനെ നയനെ വിളിക്കുക. നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നയന മോളെ, ദേ നന്ദു ഇവിടെ കിടന്ന് ഭയങ്കര ബഹള, നിങ്ങൾ രണ്ടുപേരും വന്ന് അവളെ ഇതൊന്ന് സംസാരിച്ച് നേരെയാക്കണം, ഈ വിവാഹം ഉറപ്പിക്കണം, ഉടനെ തന്നെ നമുക്ക് നടത്തണം, ഇതിനി മുന്നോട്ട് പോകാൻ മേല എന്ന് പറയാണ്. അങ്ങനെ നയന വരികയാണ് വീട്ടിലേക്ക്. നയന വന്നിട്ട് നയന നന്ദുവിനെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അത് നയനേച്ചിക്ക് അറിയാമല്ലോ, അനിയും ഞാനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നേക്കാളേറെ ഞാൻ ആലോചിക്കുന്നത് അവനെക്കുറിച്ചാണ്. ഞാൻ ഈ വിവാഹം കഴിച്ച് പോയാൽ പിന്നെ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയാണ്, അത്രയ്ക്ക് അവനോട് ഇഷ്ടമാണ് എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും മോള് ചിന്തിക്കുകയേ വേണ്ട, കാരണം അനിയെ നീ വിവാഹം കഴിച്ച് അനന്തപുരിയിലെത്തിയാലും അവിടെ ഇതിലും 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം നവീൻ നല്ലൊരു പയ്യനാ, നല്ല ഒരു ജീവിതം നിനക്കുണ്ടാവും. അതുകൊണ്ട് മോൾ ഇതിന് സമ്മതിക്കണം. മോളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരല്ലോ, നമ്മുടെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിക്കണ്ടേ? എത്ര പ്രാവശ്യമായി അവരെല്ലാവരുടെയും മുമ്പിൽ നാണം കെടുന്നു. ഇനിയെങ്കിലും അവർക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിൽ മോളുടെ വിവാഹം കഴിയണം. നന്ദുമോനെ നീ സമ്മതിക്കണം എന്ന് പറയാം. പിന്നെ നന്ദുവിനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് സമ്മതിപ്പിക്കുക. അതേസമയം നവ്യയും അബിയും കൂടി സംസാരിക്കുക. അപ്പം അബി പറയുന്നുണ്ട്, ആഹാ, നിൻ്റെ അനിയത്തിയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ ആ നവീനുമായിട്ട്. നവീൻ വക്കീൽ അതുകൊണ്ടായിരിക്കും അവന്തികയെ വേണ്ടെന്ന് പറഞ്ഞത്. അവൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നാണ് അവന്തികയോട് പറഞ്ഞത്. അത് ഇവളായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നിൻ്റെ അനിയത്തി കൊള്ളാവല്ലോ, എത്ര പേരുടെ മനസ്സിലാണ് അവൾ കയറിക്കൂടിയിരിക്കുന്നത്, ഇത്രയ്ക്ക് എന്തു മായാജാലം അവൾക്കുള്ളത് എന്ന് അബി ചോദിക്കുക. അപ്പം നവ്യ പറയുക, എന്ത് മായാജാലം, ഒരു മായാജാലവും ഇല്ല. അവളുടെ മനസ്സിൽ ഇന്നും അന്നും ഒക്കെ അനി മാത്രമേ ഉള്ളൂ, അതെനിക്കറിയാം. അതേസമയം ഈ പറയുന്ന നവീന് അവളോട് ഇഷ്ടമുണ്ടായി, പഠിക്കുന്ന കാലത്തോട്ട് ഒടുങ്ങിയ ആരാധനയോ മറ്റാ, അതിനിപ്പോൾ അവളെന്ത് പിഴച്ചു എന്ന് ചോദിക്കുകയാണ്. അബി പറയേ, അവളൊന്നും പിഴച്ചില്ല, അല്ല നിൻ്റെ അനിയത്തിയല്ലേ, അവളും ഒട്ടും മോശമല്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അബി വെറുതെ അവളെ കുറ്റം പറയരുത്. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എൻ്റെ സ്വഭാവമൊന്നുമല്ല അവൾക്ക്. അവൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അനിയെ മാത്രമാണ്. അവനെ സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ട്, അനിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ അബി പറയാ, ഓ പിന്നെ അനിക്കും ഉണ്ട്. ഇനിയിപ്പം അവനും അവന്തികയുമായിട്ടുള്ള വിവാഹമേ നടക്കുകയുള്ളൂ. ഇനി നന്ദുവായിട്ടൊരു വിവാഹമൊന്നും നടക്കില്ല. ആ കാര്യത്തിൽ സമാധാനമുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അബി അങ്ങ് പോവാം. അപ്പോഴും നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പാവം നന്ദു, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ നവീനുമായിട്ടുള്ള വിവാഹത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവളുടെ ജീവിതം എൻ്റെ ജീവിതം പോലെ വലയേ ഉള്ളൂ. അവൾക്കത് അംഗീകരിക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല അവനും ഒരു പാവാണ്. അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് നന്ദുവിനെ. ഇത്രയും നാളായിട്ടും രണ്ടു പേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം സത്യമായിരിക്കും. അവരാ ഒന്നിക്കേണ്ടത്. അത് ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അനിയും നന്ദുവും ഒന്നിക്കണം. നന്ദുവിൻ്റെ കണ്ണുനീര് കാണാനൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ നവ്യ ആലോചിക്കാം. എന്തെങ്കിലും ഒരു പരിപാടി നടത്തി അവരെ ഒന്നിപ്പിക്കണം എന്നുള്ളതാണ് നവ്യയുടേത്. നവ്യ ഇപ്പോൾ ആലോചിച്ചിട്ട് നവ്യ ചിന്തിക്കുകയാണ്. നവീൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു നന്ദുവിനെ പോലെ ഒരു പോലീസുകാരിയെ നവീൻ വിവാഹം കഴിക്കുന്നതിൽ. പക്ഷേ നവീൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഇതിന് സമ്മതിച്ചിരിക്കുന്നത്. നവീൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജായിട്ട് അങ്ങ് അയക്കാം. അപ്പോഴേക്കും ചിലപ്പം ഇതങ്ങ് മുടങ്ങിപ്പോയാൽ നല്ലതിനാണെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കാം. എന്നിട്ട് നവി ഫ്രണ്ടിനെ കൊണ്ട് തന്നെ മെസ്സേജ് അയപ്പിക്കുന്നുണ്ട് കേട്ടോ. അനിയും നന്ദുവും തമ്മിൽ വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും അവർ പ്രേമത്തിലാണെന്നുമുള്ള കാര്യം എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് മാത്രമാണ് നവീനെ വിവാഹം കഴിക്കാൻ നന്ദു പോകുന്നതെന്നും ഇനിയിപ്പോൾ വിവാഹശേഷം പോലും നന്ദു അനിയുടെ കൂടെ പോകും, നവീനെ പറ്റിക്കുകയും ചെയ്യുമെന്നും അനിയും അങ്ങനെയായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആദ്യത്തെ ഭാര്യ അനാമിക പിണങ്ങിപ്പോയതെന്നും അത് ഡിവോഴ്സിലേക്കൊക്കെ എത്തി നിൽക്കുന്നതെന്നും അനന്തപുരി തറവാടും ഇവരുടെ തറവാടുമായി ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നന്ദു നിൽക്കുന്നത്. പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ അനിയാണെന്നും അനിയും ഒന്നിച്ചുള്ള കുറച്ച് ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കുകയാണ് നവ്യ. ഇതെല്ലാം കൂടെ നവീൻ്റെ അമ്മയുടെ ഫോണിൽ ചെന്ന് ഈ വീഡിയോസും എല്ലാം ഫോട്ടോസും കാണുകയും ഈ വോയിസ് എല്ലാം കേൾക്കുകയും ചെയ്ത് കഴിയുമ്പം പുള്ളിക്കാരിയുടെ കൺട്രോൾ അങ്ങ് പോവാണ്. ഒന്നാമത് ഇഷ്ടമില്ല ഇങ്ങനെയുള്ള അഹങ്കാരികളായ പെണ്ണുങ്ങളെ എന്ന് പറയുന്ന അവർക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ചെന്ന് കഴിയുമ്പോൾ അവർ സമ്മതിക്കാതാവുകയാണ്. അതേസമയം പിറ്റേ ദിവസം വിവാഹം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. നന്ദാവനത്തിലൊക്കെ നല്ല ആഘോഷങ്ങൾ നടക്കുക. നവ്യയും നയനയും എല്ലാവരും ഉണ്ട്. അതുപോലെ ആദർശും എല്ലാവരും അവിടെയുണ്ട്. അങ്ങനെ തലേദിവസമാണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്ന ഈ മെസ്സേജ്. അതോടെ നവീൻ്റെ അമ്മ തീരുമാനിക്കുകയാണ് ഈ വിവാഹം വേണ്ട. ഫോണിലെ ഈ വീഡിയോസൊക്കെ നവീനെ കാണിച്ചിട്ട് ചോദിക്കുക, എന്താടാ ഇത്, ഇവളുമായിട്ടാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഇവളെ മാത്രം മതിയെന്നും പറഞ്ഞാണോ നീ ജീവിക്കുന്നത്? ഇത് നടക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമോളായിട്ട് കൊണ്ടുവരാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയാണ്. നവീൻ ഒത്തിരി പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ വീഡിയോസ് എല്ലാം കാണിച്ചിട്ട് പറയാം നടക്കില്ല എന്ന് പറയുമ്പം മുത്തശ്ശനും പറയാം, വേണ്ട മോനെ, അനിയുടെയും അനാമികയുടെയും ജീവിതം നീ കണ്ടതല്ലേ, നീ ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണുന്നതല്ലേ, അതുപോലെ ഒന്നായിട്ട് ഇത് മാറും, അതുകൊണ്ട് വേണ്ട മോനെ എന്ന് പറയുക. അങ്ങനെ അവർ വേണ്ടെന്നങ്ങ് തീരുമാനിക്കുക. നവീനൊന്നും ചെയ്യാൻ പറ്റാതെ വരിക. അവർ രാവിലെ തന്നെ വിളിച്ച് ആദർശിനോട് പറയുക. അതേസമയം വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും എത്തി നന്ദുവിനെയും വിവാഹ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയിരിക്കുക. ഇനി വരൻ്റെ വീട്ടുകാർ വന്നാൽ മതി. കനകയും ഗോവിന്ദനും നയനയും ആദർശും ദേവയാനിയും എല്ലാവരും അവിടെയുണ്ട്. അവരെല്ലാം കാത്തിരിക്കുകയാണേ. ആ സമയത്താണ് ആദർശ് വിവരം അറിയുന്നത്. നവീൻ എത്തില്ല എന്ന്. ആദർശ് നല്ല ദേഷ്യപ്പെടുകയാണ് അവരോട്. അവർ പറയാനില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ വേണ്ട എന്നും പറഞ്ഞ് നന്ദുവിനെക്കുറിച്ച് മോശമായിട്ട് പറയാം. അപ്പോൾ ആദർശന് അങ്ങ് ദേഷ്യം വരും. ആദർശ് ഓർക്കും എന്ത് ചെയ്യും ഈ സമയത്ത് വിവാഹം മുടങ്ങിയാൽ, ഗോവിന്ദനൊക്കെ എന്ത് ചെയ്യും, നെഞ്ചുവേദനയോ എന്തെങ്കിലുമൊക്കെ വരികയല്ലേ. അതുമല്ല ഈ സമയത്ത് തന്നെ എങ്ങനെയായാലും വിവാഹം നടത്തണം. നന്ദുവിനെ അനിയെയും കുറിച്ച് ഇത്രയും മോശമായിട്ട് അവർ പറയുമ്പോൾ അനി തന്നെ നന്ദുവിനെ വിവാഹം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അനിയെ വിളിച്ചിട്ട് വരിക. വാ, നീ ഇവിടെ വരാൻ പറഞ്ഞ് വിളിക്കുക. എന്നിട്ട് പറയുക, നീ പോയി താലി കെട്ടണം നന്ദുവിൻ്റെ കഴുത്തില്ല. അപ്പോൾ അനി അന്തം വിട്ട് നിൽക്കുക. നിന്നോട് ഞാനാ പറയുന്നത്, അനുസരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അനി അതുപോലെ തന്നെ ചെയ്യുക. താലി കൊടുക്കുമ്പോഴേക്കും നന്ദുവിൻ്റെ കഴുത്തിൽ ചെന്ന് കെട്ടുക. എല്ലാവരും അന്തം വിട്ട് പോവുകയാണേ. ഉടനെ കനക പറയും, യൂ ഇതെന്താ ചെയ്തത്, ഇപ്പം നവീൻ്റെ വീട്ടുകാർ വരും, അവരോട് ഇനി എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് കനക ബഹളം വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവയാനി ആദർശിനോട് ചൂടാവുന്നുണ്ട്, നയന ചൂടാവുന്നുണ്ട്. അപ്പോൾ ആദർശ് സത്യം പറയാം, അവർ വരില്ല, അതുകൊണ്ടാണ് നന്ദുവാണ് ഒന്നിക്കേണ്ടത്, അത് തന്നെയാണ് ദൈവനിശ്ചയം, അത് നടക്കട്ടെ. നന്ദുവിനെക്കുറിച്ച് അവരെന്ത് മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഈ വിവാഹം കൂടി മുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും, മുഹൂർത്ത സമയത്ത് തന്നെ ഇത് നടക്കട്ടെ, ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ആദർശ് ആ തീരുമാനം എടുക്കുക.
എന്നിട്ട് ഇതെല്ലാം നവ്യാണല്ലോ, നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നന്ദുവിനെ അനി. അവിടെ ചെല്ലുമ്പോഴേക്കും ജാനകി അങ്ങ് പൊട്ടിത്തെറിക്കുക, ഇതിവിടെ നടക്കില്ല, ഇവരെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവനും ഒന്നിച്ചിവിടെ താമസിക്കില്ല എന്ന് പറയുക. അപ്പം നയനി അങ്ങോട്ട് നന്മമര സ്വഭാവമൊക്കെ മാറ്റിയിട്ട് ഇറങ്ങുക. നയന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇളയമ്മ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിൽ ഇവരിവിടെ തന്നെ അങ്ങ് ജീവിക്കും. ഏതായാലും അനി നന്ദുവിൻ്റെ കഴുത്തി താലി കെട്ടിയതാണെങ്കിൽ അവർ ഒന്നിച്ച് തന്നെ ജീവിക്കുമെന്ന് പറയാം. അങ്ങനെ അവരെ വീട്ടിൽ കയറ്റി പോവുകയാണ് നയനയും നവിയും എല്ലാം കൂടെ. പക്ഷേ ഈ സമയത്ത് നവീൻ നേരെ അനാമികയെ ഇത് അറിയിക്കുകയാണ്, അനി വിവാഹം കഴിച്ചു നന്ദുവിനെ എന്നുള്ള. അനാമികയ്ക്കും സഹിക്കുന്നില്ല. അനാമികയും വേണുവും രേവതിയും കൂടെ കേസ് കൊടുക്കുകയാണ്, അവർ ഡിവോഴ്സ് ആയിട്ടില്ല എന്നും ആ സമയത്ത് അനി പോയി വേറെ പെണ്ണിനെ കെട്ടിയെന്നും ഒക്കെ പറഞ്ഞ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുമായിട്ട് വരികയാണ് അനാമിക. വന്ന് അനിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അനാമികയാണ് ഇപ്പോഴും അനിയുടെ ഒഫീഷ്യലി ഭാര്യ. ഡിവോഴ്സ് ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നന്ദുവിനെ വിവാഹം കഴിച്ചതിന് അനിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എല്ലാവരും ഭയങ്കര വിഷമത്തോടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചതി കൂടെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്